വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിറ്റ് ഹബിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗിറ്റ് ഹബിൻ്റെ അകത്ത് മെയിൻലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കമാൻഡ്സും നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. കാരണം ഇപ്പോൾ റിയാക്റ്റ് ഓണിന് നോഡ് ജേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോഡുകളെല്ലാം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്ത് സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിറ്റ് ഹബ് എന്തായാലും നിങ്ങൾ ഇനി പഠിക്കാതെ നമുക്ക് മുമ്പോട്ട് അടുത്ത ട്യൂട്ടോറിയൽസിൽ അടുത്ത സീരീസിലോട്ട് പോകത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കവർ ചെയ്യുന്ന അക്കൗണ്ട് ക്രിയേഷനും കോഡ് പുഷ് ചെയ്യുന്നതും കാര്യങ്ങളും വേണ്ടിയാണ്. ഗിറ്റ് ഹബും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിറ്റ് ഹബ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് നമ്മൾ ക്ലൗഡിൽ നമ്മളെ കോഡുകൾ സ്റ്റോർ ചെയ്യുന്നതിനായിട്ട്. അതായത് ഇപ്പോൾ നമ്മളെ ലോക്കലിൽ ഇപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റ്, ഒരു കൊമേഴ്സ് പ്രൊജക്റ്റ് ചെയ്യുന്ന നിങ്ങളെ കോഡെല്ലാം നിങ്ങളെ ഓൺ കമ്പ്യൂട്ടറിലാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ കോഡ് അപ്പോഴേ നഷ്ടപ്പെട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് പോവുകയാണ്. നിങ്ങൾക്ക് എവിടെ സൂക്ഷിച്ച് വെക്കാൻ കഴിയത്തില്ല ഒരു സിനാരിയോ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ അകത്താണ് നിങ്ങൾ കോഡ് എഴുതണമെന്നുണ്ടെങ്കിൽ എന്താണ്, മറ്റൊരാൾക്ക് ആ പ്രൊജക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ കോഡിൽ മാറ്റം വരുത്തുന്ന വ്യക്തി ഇപ്പം ഒരേ ഫയൽ കോഡ്, ഇപ്പോൾ ഒരേ HTML കോഡിൽ നിങ്ങളെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നിങ്ങൾ മാറ്റം വരുത്തുന്നത് നിങ്ങൾക്ക് മാത്രമേ വരത്തുള്ളൂ. മറ്റൊരാൾക്ക് നിങ്ങളെ കോഡിലോട്ട് കൊളാബ് ചെയ്യാനും പറ്റത്തില്ല. അതായത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് ഹബിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ കോഡുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനും നമ്മളെ കോഡിൽ പുറത്തുനിന്ന് നമ്മൾ അനുവാദം കൊടുക്കുന്ന ആർക്കും കയറി മാറ്റം വരുത്താം, ലൈവിൽ തന്നെ അല്ലെങ്കിൽ ആ കോഡിൽ മാറ്റം വരുത്താനുള്ള അനുവാദം കൊടുക്കാൻ പറ്റും. അതായത് നമ്മളെ കോഡ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ പ്രോപ്പറായിട്ട് സൂക്ഷിച്ച് വെക്കാനും, അതുപോലെ തന്നെ നമ്മളെ ലോക്കലിൽ നമ്മൾ എഴുതുന്ന കോഡിൽ മറ്റൊരാൾക്ക് എളുപ്പത്തിൽ തന്നെ കൊളാബ് ചെയ്ത് അവർക്കും കൂടെ ആ ഒരു കോഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിറ്റ് ഹബ് വഴി സാധിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് ഹബിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. ഞാൻ അവിടെ ഒരു പ്രൈവറ്റ് വിൻഡോ എടുക്കുകയാണ്. ഓൾറെഡി ഞാൻ എൻ്റെ ഗിറ്റ് ഹബ് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗിറ്റ് ഹബ് ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ മെയിൻ ബ്രൗസർ, കമ്പ്യൂട്ടറിലെ ബ്രൗസറിൽ തന്നെ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഗിറ്റ് ഹബ് .com എന്ന് സെർച്ച് ചെയ്യുമ്പം അതിൻ്റെ ഹോം പേജ് വരുന്നതാണ്. നിങ്ങൾ സൈനപ്പിൽ ചെല്ലുക, ഇമെയിൽ, പാസ്വേഡ്, നിങ്ങൾക്കുള്ള യൂസർ നെയിം, ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഒരു OTP വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഇമെയിൽ വെരിഫിക്കേഷനോ കാണും. അപ്പോൾ തന്നെ നിങ്ങൾ ലോഗിൻ ആവുന്നതായിരിക്കും. നിങ്ങളപ്പോൾ ഇതുപോലൊരു പേജിലെത്തുന്നതായിരിക്കും. ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇതുപോലെ നിങ്ങളെ പേരും കാണിച്ചൊരു ബ്ലാങ്ക് സ്പേസ് ഉള്ള ഒരു നിങ്ങളെ പേജിലോട്ട് നിങ്ങൾ എത്തുന്നതാണ്. നമ്മൾ പിന്നെ വേറൊരു കാര്യം, ഗിറ്റ് ഹബാണ് നമ്മൾ ആ കോഡ് സ്റ്റോർ ചെയ്യുന്ന പ്ലാറ്റ്ഫോം എങ്കിൽ ഗിറ്റ് എന്ന് പറയുന്ന വേറൊരു ടൂൾ വഴിയാണ് നമ്മൾ ഈ കോഡ് ഇതിലോട്ട് നമ്മൾ VS കോഡ് വഴി നമ്മളെ കമ്പ്യൂട്ടറിലുള്ള കോഡ് നമ്മൾ ഇതിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതും ഇതിലോട്ട് ആഡ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഗിറ്റ് എന്ന് പറയുന്ന ടൂൾ വഴിയാണ്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഗിറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ ഗിറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ആ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ്സ് എന്ന് കാണിക്കും. അവിടെ നിങ്ങൾക്ക് വേണ്ട OS സെലക്ട് ചെയ്യുക. ഞാൻ 64 ബിറ്റാണ്. ആ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യം വരുന്നതാണ്. ഞാൻ ഓൾറെഡി ഇതിനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫയൽ മാനേജറിൽ ചെന്ന് ഡൗൺലോഡ്സ് ചെല്ലുമ്പോൾ നമുക്ക് ആ ഫയൽ കാണുന്നതായിരിക്കും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഒരു പോപ്പപ്പ് വരെ SORNO കൊടുക്കാൻ ആ പോപ്പപ്പ് S കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, S കൊടുക്കുക, നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് മാറ്റി ഇതിലോട്ടാക്കുക. ഓവർ റൈറ്റ് ദ ഡിഫോൾട്ട് ബ്രാഞ്ച് നെയിം ന്യൂ റെപ്പോസിറ്ററി മെയിൻ എന്ന് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് എടുത്ത് പോവുക. ഓക്കെ, കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഗിറ്റ് നമ്മളെ കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ, നമ്മളെ ഗിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ ഫിനിഷിൽ കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരുന്നതാണ്. ഓക്കെ, നമുക്കിനി ക്ലോസ് ചെയ്തിട്ട് നമുക്കിനി ഈ ഗിറ്റ് ഹബിനെ ഗിറ്റുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതിനാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗിറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പം ഇവിടെ ഗിറ്റ് ബാഷ് എന്ന് കാണിക്കും. നിങ്ങളിപ്പോൾ ലിനക്സിലെ ഏതായാലും നിങ്ങൾ ഗിറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്നതാണ്. അപ്പോൾ ഗിറ്റ് ബാഷിൻ്റെ വരുമ്പം ഒരു ടെർമിനൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് കുറച്ച് കമാൻഡുകൾ കൊടുക്കാനുണ്ട്. ആദ്യം നമുക്കുള്ള ഗിറ്റ് ഹബിൻ്റെ ഇവിടെ നമ്മൾ ഇവിടെ Ctrl+Cയും Ctrl+V മെത്തേഡ് ഉപയോഗിക്കരുത്. നമ്മൾ മൗസ് വഴി എന്ത് ചെയ്യണം, കോപ്പി ചെയ്ത് ഇവിടെ എന്ത് ചെയ്യണം, ഇതിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പേസ്റ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതായത്
അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഏറ്റവും നിങ്ങൾ ക്ലോസ് ചെയ്താൽ മതി. ഇവിടെ ഗിറ്റ് കോൺഫിഗ് നമ്മളെ യൂസർ നെയിം, അതായത് നമ്മളെ ഗിറ്റിൻ്റെ ഇവിടുത്തെ ഒരു യൂസർ നെയിം ഉണ്ടല്ലോ, ഫ്യൂച്ചർ ബീഡ്സ് നീ ചെറിയ അക്ഷരത്തിൽ താഴെ കിടക്കുന്നേ, അത് നിങ്ങളെ യൂസർ നെയിം എന്തോ ആ യൂസർ നെയിം ആദ്യം ഇവിടെ കൊടുക്കുന്നത്. ഗിറ്റ് കോൺഫിഗ് ഗ്ലോബൽ യൂസർ ഡോട്ട് നെയിം എന്ത് ചെയ്യണം, ഫ്യൂച്ചർ ബീഡ്സ് നിങ്ങളെ യൂസർ നെയിം കൊടുക്കണം, എൻ്റർ കൊടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത കമാൻഡ് നിങ്ങൾക്കുള്ള ഫ്യൂച്ചർ ബീഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിച്ച ആ ഒരു ഇമെയിൽ അത് നിങ്ങൾ കൊടുക്കണം. ഞാൻ ഇവിടെ എന്താണ് യൂസർ ഡോട്ട് ഇമെയിൽ, ആ ഇമെയിൽ കൊടുക്കുന്നു, എൻ്റർ കൊടുക്കണം. അത് കഴിഞ്ഞ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഓക്കെ, കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, ഓക്കെ. അപ്പോൾ നമുക്കുള്ള എന്താണ് കോൺഫിഗറേഷൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ആ കോൺഫിഗർ ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാവുന്നതാണ്. ഇവിടെ ഈ കമാൻഡ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ നമ്മളെല്ലാ ഡീറ്റെയിൽസ്, ഇമെയിൽ, നെയിം, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇപ്പം കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗിറ്റ്ഹബിൻ്റെ റിയൽ ഉപയോഗത്തിലോട്ട് പോവാം. ഇവിടെ ഞാൻ വരുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഗിറ്റ്ഹബ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരെന്തോ കൊടുക്കുക. ഞാൻ VS കോഡ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഫയല് ഓപ്പൺ ഫോൾഡർ കൊടുത്ത് ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞ ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ എന്താണ് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. നോർമൽ ഒരു ഫയൽ വരുന്നു, sample.txt. ഏത് കോഡിംഗ് ഫയലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിറ്റിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യണം, ലൈക്ക് വെൽക്കം ടു ഫ്യൂച്ചർ ബീഡ്സ് എന്ന് കൊടുക്കുകയാണ്. നമ്മളപ്പോൾ ഇതുപോലെ എന്താണ് ഒരുപാട് ഫയൽ നമ്മളെ കാണും, അതിലെല്ലാം നമ്മൾ കോഡ് എഴുതാറുണ്ട്. പക്ഷേ ഈ കോഡെല്ലാം നമ്മൾ ലോക്കലിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു ടെക്സ്റ്റ് ഇത് നമ്മൾ കോഡായിട്ട് കണക്കാണ്. ഞാൻ കോഡ് എന്നേ പറയും. ഇപ്പോൾ sample.txt എന്ന ഫയലിൽ നമ്മൾ എഴുതിയൊരു കോഡ് നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റ്ഹബിലോട്ട് പുഷ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ആദ്യം നമ്മൾ വന്നിട്ട് ആ ഒരു കോഡ് പുഷ് ചെയ്യാനുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ലൈക്ക് ഒരു ഫോൾഡർ, നമ്മൾ കോഡ് പുഷ് ചെയ്യുന്നുണ്ട് ഫോൾഡർ. ഞാൻ ഇവിടെ എന്താണ് ടെസ്റ്റ് എന്ന പേരിട്ട് ആ ഫോൾഡർ കൊടുത്തു. ഫോൾഡറിന് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ടെസ്റ്റ് എന്ന് ഞാൻ കൊടുത്തു. അത് പബ്ലിക്കിലുള്ള ആർക്ക് വേണോ കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം, നിങ്ങൾ അനുവാദം കൊടുക്കുന്നവർക്കും നിങ്ങൾക്ക് മാത്രം കാണണമെങ്കിൽ പ്രൈവറ്റിലാക്കണം. പബ്ലിക് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ URL ഷെയർ ചെയ്യുമ്പം ആർക്ക് വേണമെങ്കിൽ കയറി നോക്കാം. പക്ഷേ പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ അനുവാദം കൊടുക്കുന്നവർക്ക് മാത്രമേ അത് കാണത്തുള്ളൂ. ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു ഗിറ്റ്ഹബിൻ്റെ നിങ്ങളൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് ഒരു ഫോൾഡർ പോലെയാണ്. ഇവിടെ SSH ആണ് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ HTTPയിലോട്ട് ക്ലിക്ക് ചെയ്ത് ആ രീതിയിലോട്ട് മാറ്റണം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മുടെ ഈ ഒരു കോഡ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് നിങ്ങളൊരു പ്രൊജക്റ്റായിട്ട് ഇതിനെ കണക്കാക്കണം. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് ഞാൻ ആദ്യം ഗിറ്റ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഗിറ്റ് ഇതിലോട്ട് ആഡ് ആക്കണം. അപ്പോൾ ഗിറ്റ് ഇനീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിയാണ് ഗിറ്റ് ഇതിലോട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്ന. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗിറ്റിൻ്റെ അകത്തോട് ഈ ഗിറ്റ് എന്ന് പറഞ്ഞത് എന്താണ് ഒരു ഫോൾഡർ പോലെ. ഇപ്പോൾ ഗിറ്റ് എന്ന് പറഞ്ഞൊരു ഗിറ്റ് നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് എന്താണ് ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഗിറ്റിലോട്ട് നമുക്ക് വേണ്ട ലൈക്ക് നമ്മളെ ഫയലുകൾ നമ്മൾ ആഡ് ആക്കണം. മെയിൻലി ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം എത്ര ഫയൽ, ഇപ്പം 1.txt hello എന്ന് കൊടുത്തു, .txt കൊടുത്തു. അപ്പം ഞാൻ ഇവിടെ 3 ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇപ്പോൾ ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞാൽ ഗിറ്റ്ഹബിൻ്റെ ഈ റെപ്പോസിറ്ററിയിൽ ആഡ് ചെയ്യാനുള്ള ഫയലുകളെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ നമുക്ക് ഗിറ്റ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാനുള്ള ഫയലിനെ സെലക്ട് ചെയ്യുന്ന ഈ ഒരു മെത്തേഡല്ല, ഗിറ്റ് ആഡ് നമുക്ക് വേണ്ട ഫയൽ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ 2.txt എന്ന് പറഞ്ഞ ഫയലാണ് ആഡ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫയൽ മാത്രം പേര് സെലക്ട് ചെയ്യണം. പക്ഷെ നമുക്കിപ്പം നോർമൽ കേസിൽ ഇങ്ങനെ ഒരു സെലക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം മോസ്റ്റ് ഓഫ് ദി കേസും വരാറില്ല. നമ്മൾ ഉണ്ടാക്കുന്ന കോഡ് ഫയൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഗിറ്റിലോട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഗിറ്റ് ആഡ് ഒരു ഡോട്ട് സ്പേസ് ഇട്ടിട്ട് ഒരു ഡോട്ട് നിങ്ങൾ കൊടുക്കണം.
ഗിറ്റ് ആഡ് ഡോട്ട് കൊടുക്കണം. അതാകുമ്പോൾ ഈ എല്ലാ ഫയലും നിങ്ങൾ ഈ ഗിറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫോൾഡറിൻ്റെ അകത്തുള്ള ഈ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ 3 ഫയലും ഇപ്പോൾ സെലക്ട് ആകും. അതിനാണ് ഡോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാ ഫയലും സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാറ്റസ് നോക്കണം, എല്ലാ ഫയലും സെലക്ട് ആയിട്ടുണ്ടോ നോക്കാനായിട്ട്. ഗിറ്റ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഓക്കെ, നമ്മൾ എന്തിനാണ് ഈ പച്ച കത്തി കിടക്കണേന്ന് പറഞ്ഞാൽ ആ ഫയലെല്ലാം സെലക്ട് ആയിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, അതേസമയം ഇപ്പോൾ നമ്മൾ സെലക്ട് ആക്കി കഴിയുമ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ എഴുതിയേക്കുന്ന ഈ ഒരു ഡാറ്റ വെച്ചായിരിക്കും ഈ ഒരു കോഡിലായിരിക്കും ആഡ് ആയിരിക്കുന്ന. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തി, ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഇനി ഗിറ്റ് സ്റ്റാറ്റസ് വീണ്ടും ഞാൻ നോക്കുകയാണ്. അപ്പം പറഞ്ഞിട്ടുണ്ട് മോഡിഫൈഡ് സാമ്പിൾ ഡോട്ട് ടി എക്സ് ടിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് അപ്പം ഇത് ഇത്രയും ഫയൽ ഓക്കെ, പക്ഷേ സാമ്പിൾ ഡോട്ട് ടി എക്സിൽ മാറ്റം വരുത്തി. നമ്മൾ ഓരോ വട്ടവും നമ്മൾ എന്താണ് മാറ്റം വരുത്തുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ മാറ്റം ആഡ് ആവത്തില്ല. നമ്മളപ്പം ഇപ്പം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എന്താണ് നേരത്തെ ആഡ് ചെയ്യുന്നതാണ് വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്, അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം പുതിയൊരു കാര്യം നിങ്ങൾ ആഡ് ചെയ്യുമ്പം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് സേവ് ചെയ്യുന്ന പോലെ എന്താണ് ഗിറ്റ് ആഡ്. ഓക്കെ, ആ മാറ്റം എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണേ. ഓക്കെ, എല്ലാ ഫയലിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്യാനും ഗിറ്റിലോട്ട് നമ്മൾ മാറ്റം വരുത്തിയ കോഡ് ആഡ് ചെയ്യാനും അതിനെ സേവ് ചെയ്യണ കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ അത് കമ്മിറ്റ് എന്നുള്ളൊരു ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഗിറ്റിലോട്ട് പുഷ് ചെയ്യുമ്പം അതിനധികം കമ്മിറ്റ് ചെയ്യണം. അതിന് ഗിറ്റ് കമ്മിറ്റ്, നിങ്ങൾക്ക് ആ ലോജിക്ക് ഞാൻ പറഞ്ഞുതരും. ഗിറ്റ് കമ്മിറ്റ് -m മെസ്സേജ് എന്താണ് ഫസ്റ്റ് കമ്മിറ്റ് എന്ന് നിങ്ങൾ കൊടുക്കണം. അത് ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഫസ്റ്റ് കമ്മിറ്റ് എന്നല്ല, നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണോ പാസ് ചെയ്യുള്ളത് നിങ്ങൾ ഓരോ വട്ടം. ഇപ്പം നിങ്ങൾ ആദ്യത്തെ ദിവസം എന്താണ് ഒരു ഇ-കൊമേഴ്സിൻ്റെ ഹോം പേജ് കഴിഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യണം, ആ കോഡ് കംപ്ലീറ്റ് ചെയ്ത് ഗിറ്റ് ഇനിഷ്യലൈസ് ഒരു വട്ടം ചെയ്താൽ മതി. ഒരു വട്ടം നിങ്ങൾ ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്താൽ പിന്നെ എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. ഗിറ്റ് ആഡിൻ്റെ ആവശ്യമാണ്, നിങ്ങൾ കോഡിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ നിങ്ങൾ ഗിറ്റ് ആഡ് ചെയ്യാവൂ. ആഡ് ചെയ്തിട്ട് കമ്മിറ്റും ചെയ്യാവൂ. അതായത് ഇപ്പം നിങ്ങളൊരു ഇ-കൊമേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്കുള്ള ടാസ്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ സിംഗിൾ പ്രൊജക്റ്റായിട്ട് കൂട്ടിക്കും. നിങ്ങൾ എന്ത് ചെയ്തു, ഹോം പേജ് ക്രിയേറ്റ് ചെയ്തു, ഹോം പേജിൻ്റെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കോഡൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്ത് ഗിറ്റ് ആഡ് ആ ഫയലെല്ലാം എന്താണ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഗിറ്റ് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുകയാണ് ഹോം പേജ് ഈസ് കംപ്ലീറ്റഡ്, അല്ലെങ്കിൽ ഹോം പേജിൻ്റെ ഹാഫ് കംപ്ലീറ്റ്. നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണോ കമ്മിറ്റ് പാസ് ചെയ്യാനുള്ള നിങ്ങൾ ടാസ്കിൻ്റെ ആ ഒരു മെസ്സേജാണ് നിങ്ങൾ പാസ് ചെയ്യാനുള്ള. ഓക്കെ, സെക്കൻഡ് ഡേ വരുന്നു, എന്താണ് ഓർഡർ പേജ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പേജ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഡിസൈൻ ചെയ്ത് കഴിയുന്നു. അത് കഴിഞ്ഞ് ആ കോഡ് ആഡ് ചെയ്ത് എന്താണ് ഗിറ്റ് കമ്മിറ്റ് എന്താണ് പ്രൊഡക്റ്റ് പേജ് കംപ്ലീറ്റഡ്. അങ്ങനെ നമ്മൾ ഓരോ വട്ടവും കോഡിൽ മാറ്റം വരുത്തി നമ്മൾ ആഡ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, എന്താണോ മെസ്സേജ് ആ മെസ്സേജ് പാസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഗിറ്റ് കമ്മിറ്റ് -m ആ ഫസ്റ്റ് കമ്മിറ്റ് കൊടുത്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു റെപ്പോസിറ്ററിനെ ഗിറ്റപ്പുമായി നമ്മൾ ആ ഒരു ലോക്കൽ ആ VS കോഡ് ഫയലുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക, ഗിറ്റ് ബ്രാഞ്ച് മെയിൻ, പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഗിറ്റിലോട്ട് ഈ ഒരു കോഡ് പുഷ് ചെയ്യുന്നതിൻ്റെ അവസാനത്തെ കമാൻഡ് കോപ്പി ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് വരും, ഗിറ്റ് ഹബിലോട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സൈൻ വിത്ത് ബ്രൗസർ സെലക്ട് ചെയ്യുക. ഓക്കെ, എൻ്റെ കമ്പ്യൂട്ടർ ഓൾറെഡി ഞാൻ ഗിറ്റബ് ലോഗിൻ ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒന്നും ചോദിക്കാതെ എന്താണ് സക്സസ് ആയത്. നിങ്ങൾ ചിലപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കുള്ള കോഡ് പുഷ് ആയിട്ടുണ്ട്. ആ ഒരു ലോഗിൻ കഴിയുമ്പോൾ നമ്മളെ കോഡ് എന്താണ് പുഷ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കുള്ള എന്താണ് ടെക്സ്റ്റ് സാമ്പിൾ ടെക്സ്റ്റ് എന്താണ് ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ കൊടുത്തത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആ ഒരു കോഡും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ഫയൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കണ്ട കമ്മിറ്റ് കിടക്കുന്നുണ്ട്, ഫസ്റ്റ് കമ്മിറ്റ്. നമ്മളിപ്പോൾ എന്ത് മാറ്റം നടത്തിയത് അത് ഫസ്റ്റ് കമ്മിറ്റാണ്. ലൈക്ക് നമ്മൾ മാറ്റം വരുന്ന എല്ലാം എന്താണ് ഇത് അതുപോലെ കാണിക്കുന്നതാണ്. ലൈക്ക് ഓക്കെ കമ്മിറ്റ് അതാണ് ഇത്. ഇവിടെ കമ്മിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ഓക്കെ നമുക്കുള്ള ഫസ്റ്റ് കമ്മിറ്റ് എന്താണ് ആ ഡേറ്റും അതിൻ്റെ കാര്യങ്ങളും കിടപ്പുണ്ട്. നമ്മളിനി ഓരോ വട്ടവും കമ്മിറ്റ് ചെയ്യുമ്പോൾ അത് അതിനെ കാണിക്കുന്നിരിക്കും. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് പറയണേ, ലൈക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയണേ, ഹോം പേജ്
കംപ്ലീറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹോം പേജ് കംപ്ലീറ്റഡ് എന്ന് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ആ ദിവസം ടാസ്ക്, ഇപ്പോൾ നിങ്ങൾ അത് അങ്ങനെ ചിന്തിക്കണം. ആ ടാസ്ക് കഴിഞ്ഞു, ഞാൻ വരുന്നത് നമ്മൾ ഒരു വട്ടം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗിറ്റ് റിമോട്ട്, ഗിറ്റ് ബ്രാഞ്ച് ഈ കാര്യം വിളിച്ചാൽ മതി. പിന്നെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഫസ്റ്റ് വട്ടം ഒരു വട്ടം നിങ്ങൾ ആദ്യത്തെ വട്ടം മാത്രമേ ഇനിഷ്യലൈസ് ചെയ്യാവൂ, പിന്നെ എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് നാണ്ട് ഈ 3 കമാൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കോഡിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഗിറ്റ് ആഡ് വേണ്ട ഡോട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഫയലും സെലക്ട് ആവും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ഗിറ്റ് കമ്മിറ്റ് എന്ത് മാറ്റമുണ്ടെന്ന് വരുത്തി ആ മെസ്സേജ് പാസ് ചെയ്യണം. ഓക്കെ, ഹോം പേജ് കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് ഇട്ടു. ഓക്കെ, അത് കഴിഞ്ഞ് ഗിറ്റ് പുഷ്, നമ്മൾ വേറെ ഒന്നും കൊടുക്കണ്ട, ഗിറ്റ് പുഷ് എന്നും കൊടുത്ത് അത് ഗിറ്റിലോട്ട് കോഡ് പുഷ് ചെയ്യണം. ഗിറ്റ് ആഡ് കൊടുത്ത് എന്ത് ചെയ്തു, ആ മാറ്റം വരുത്തിയ ഫയൽസ് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്ത് മാറ്റം വരുത്തിയുള്ള മെസ്സേജ് നമ്മൾ കമ്മിറ്റ് മെസ്സേജ് പാസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് ഗിറ്റിനെ നേരെ ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യുന്നു. ഓക്കെ, നമുക്കുള്ള പുഷ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്ന് റീഫ്രഷ് ചെയ്യുമ്പം സാമ്പിൾ എന്നാണ് അതിൻ്റെ അകത്ത് കമ്മിറ്റ് കാണിക്കും. ഹോം പേജിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു കമ്മിറ്റ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സാമ്പിൾ ഡോട്ട് ടിഎക്സിൻ്റെ ഫയലിൽ പുതിയൊരു കമ്മിറ്റ് വന്നിട്ടുണ്ട്. അതായത് എന്താണ്, ലൈക്ക് വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്, ഹലോ ഐ എം അമീൻ എന്ന് കിടന്നെടുത്ത് ഇപ്പോൾ അടുത്തൊരു പുതിയ മാറ്റം വന്ന പച്ച കളറിൽ കിടക്കുന്നതാണ് പുതിയ മാറ്റം, ചുമന്ന കളറിൽ കിടക്കുന്ന പഴയ മാറ്റം. എന്താണ്, ഹോം പേജിലോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ കമ്മിറ്റിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ കമ്മിറ്റ് നിങ്ങൾക്ക് എന്താണ് ഓരോ മാറ്റങ്ങൾ എന്നാണ് 1.txt, സാമ്പിൾ .txt, 2.txtൻ്റെ അകത്ത് എന്താണ് വന്ന കോഡുകളാണ് പുതിയ ആദ്യത്തെ മാറ്റം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താണ് കമ്മിറ്റിൽ തന്നെ വീണ്ടും വന്നിട്ട് ഹോം പേജ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മിറ്റിൽ നമ്മൾ ഓരോ കമ്മിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മാറ്റം വരുത്തിയ കോഡ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ആക്സസ് കൊടുക്കുന്നവർക്ക് നമുക്കും കാണാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ കമ്മിറ്റിൽ എന്തിനാണ് ഹോം പേജ് കംപ്ലീറ്റഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് സാമ്പിൾ .txt എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പുതിയൊരു കോഡും കൂടെ ആഡ് ആയിട്ടുണ്ട്, ഹോം പേജ് കംപ്ലീറ്റഡ് എന്ന് പറയുന്ന. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ വർക്കിംഗ്. അതായത് നമ്മൾ ഒരു ഗിറ്റബിൻ്റെ അകത്തൊരു ഫോൾഡർ ക്രിയേറ്റ് അല്ലെങ്കിൽ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ നിലവിലുള്ള നമ്മളെ കോഡിംഗ് ഫയൽ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു. ഓരോ വട്ടവും നമ്മൾ മാറ്റം വരുത്തി വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് പുഷ് ചെയ്യുമ്പോൾ ഇൻ കേസ് നിങ്ങളെ കമ്പ്യൂട്ടർ കംപ്ലൈൻറ്റ് ആവുക എന്ത് പറ്റിയായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ കോഡ് സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് മറ്റൊരു കമ്പ്യൂട്ടറിലോട്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളൊരു കമ്പ്യൂട്ടർ മാറേണ്ടി വന്ന് വേണ്ട, ഗിറ്റബ് ലോഗിൻ ചെയ്യുന്നു, ഈ ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോൺ ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഇപ്പോൾ നിങ്ങളെ കോഡിൻ്റെ അകത്താണ് ഇപ്പോൾ ഈ മാറ്റം വരുത്തിയേക്കുന്നത്, ഹോം പേജ് കംപ്ലീറ്റ് ഇടുന്നത്. നിങ്ങളിപ്പോൾ പെട്ടെന്ന് കയറി അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കയറിയിട്ടൊരു മാറ്റം വരുത്തുകയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ മാറ്റം വരുന്നത്, ഇപ്പം നിങ്ങൾ വേറൊരു കേസ് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമില്ല, കുഴപ്പമില്ല. എന്താണ് ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് നിങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റൊരു വ്യക്തിയും വർക്ക് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്കും ഈ ഒരു റെപ്പോസിറ്ററി ആക്സസ് ഉണ്ട്, ആ വ്യക്തിയുടെ കമ്പ്യൂട്ടറിലും ഇതേ റെപ്പോസിറ്ററിയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ആ വ്യക്തി ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്തു, അതായത് എബൌട്ട് പേജ് ആഡഡ്. അപ്പോൾ ആ വ്യക്തിയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഗിറ്റബ് വഴിയായിരിക്കും എന്താണ് നമ്മൾ ഈ ഒരു കമാൻഡ് വഴി ആയിരിക്കും ആ വ്യക്തി ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ മാനുവലി ഗിറ്റബിൽ കയറി ആഡ് ചെയ്ത് എബൌട്ട് പേജ് ആഡഡ്. ഓക്കെ, എന്നിട്ട് ഞാൻ അവിടെ കമ്മിറ്റ് കൊടുക്കുകയാണ്. ഏറ്റവും എന്താണ് മെസ്സേജ്, കമ്മിറ്റിന് മെസ്സേജ് കൊടുക്കണം, നമ്മൾ നേരത്തെ കൊടുക്കുന്ന മെസ്സേജ് കൊടുക്കണം, എബൌട്ട് പേജ് ആഡഡ്. കമ്മിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ കോഡ് എടുക്കുമ്പം എബൌട്ട് പേജ് ആഡ് എന്ന് കാണിക്കും. അതായത് രണ്ടാമത് വന്ന വ്യക്തി എന്ത് ചെയ്തു, എബൌട്ട് പേജ് ആഡ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു മാറ്റം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കിട്ടണം. അപ്പം അതിനായിട്ട് എന്ത് ചെയ്യണം, ഗിറ്റ് പുള്ള് എന്ന മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോഡിൽ നമ്മുടെ ടീമിലുള്ള മറ്റുള്ളവർ എന്തെങ്കിലും മാറ്റം വരുത്തി അത് നമുക്ക് നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിലോട്ട് കൊണ്ടുവരണം. ആ ഒരു മാറ്റം നമ്മളെ കമ്പ്യൂട്ടറിലും വരണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് പുള്ള് മെത്തേഡ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എബൌട്ട് പേജ് ആഡഡ് എന്നുള്ള ആ ഒരു കോഡും, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കും, നിങ്ങൾക്ക് എന്ത് കോഡാണെങ്കിലും അത് നിങ്ങൾക്കുള്ള പ്രോപ്പറായിട്ട് ഓരോ പേജിലും ആഡ് ആവുന്നതായിരിക്കും. ടീം വർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ടീമിൽ ഒരാൾക്ക് ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സാമ്പിൾ .txtയിലാണെങ്കിൽ മറ്റൊരാൾ വർക്ക് ചെയ്യുന്ന 2.txtയിലും മറ്റൊരാൾ 1.txtയിലാണെങ്കിൽ അവർ ഓരോ മാറ്റം ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ഗിറ്റ് പുള്ള് വിളിച്ച് ആ മാറ്റം നിങ്ങളേലും വരുന്നതാണ്. നിങ്ങൾ ആഡ് ചെയ്യുന്ന മാറ്റം അവർ ഗിറ്റ് പുള്ള് വിളിക്കുമ്പോൾ അവർക്കും വരുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഗിറ്റബിൻ്റെ അകത്ത് നമ്മളൊരു ഡാറ്റ ആഡ് ചെയ്യുന്നതും നമ്മളെ ടീമിലുള്ള മറ്റുള്ളവർ എന്തെങ്കിലും ഡാറ്റ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ അത് നമ്മളെ കമ്പ്യൂട്ടറിലോട്ട് എടുക്കുന്നതും ഈ രീതിയിലാണ്.
അതുപോലെ തന്നെ എന്താണ് ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കയറി വേണമെങ്കിൽ മാറ്റം വരുത്തുക, കോഡിൽ മാറ്റം വരുത്താൻ പറ്റാത്ത സമയത്ത് എന്താണ് ഇവിടെ കയറി നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഏറ്റവും നല്ല രീതി കോഡിൽ മാറ്റം വരുത്തുന്നതാണ്. ഗിറ്റ് പുള്ള് മെത്തേഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ടീമിലുള്ള മറ്റുള്ളവർ എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് നമ്മളതിലോട്ട് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇനി മറ്റൊരു മെത്തേഡുണ്ട്, ഗിറ്റ് ക്ലോൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നിങ്ങൾ ഒരു 4മതൊരു ടീം മെമ്പർ നിങ്ങൾ ഈ പ്രൊജക്റ്റിലോട്ട് വരികയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ഈ കോഡ് എല്ലാ വ്യക്തിയുടെ കമ്പ്യൂട്ടറിലോട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്, നമ്മൾ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. നമുക്ക് ഏത് ഫോൾഡറിലാണ്, ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് എന്താണ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കമ്പ്യൂട്ടറിൽ എന്താണ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ടെർമിനലിൽ കിടക്കുന്ന നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന ഫോൾഡറിൽ, അതായത് യൂസർ MSOFT/ നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ അകത്താണ് കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, നേരെ ആ പ്രൊജക്റ്റിലോട്ട്, ഇപ്പോൾ ഇത് പബ്ലിക് പ്രൊജക്റ്റാണ്, ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു പ്രൊജക്റ്റിലോട്ട് ഇപ്പോൾ ആക്സസ് ചെയ്യാം. ഈ ലിങ്ക് ഇപ്പോൾ കിട്ടുന്ന ആർക്ക് വേണമെങ്കിൽ ഈ കോഡെല്ലാം എടുക്കാൻ കഴിയുന്നതാണ്. പ്രൈവറ്റ് അല്ലല്ലോ, പ്രൈവറ്റിലാണെങ്കിൽ നിങ്ങൾ ആക്സസ് കൊടുക്കണം. ലൈക്ക് അതിൻ്റെ ഞാനിപ്പോൾ പോകുന്നില്ല. ഇവിടെ നമ്മൾ എന്തിനു ഈ പച്ച ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ URL ആയാലും മതി. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് HTTPS മെത്തേഡിൻ്റെ അകത്തുള്ള ഇത് കോപ്പി ചെയ്യണം. ഈ ഒരു URL കോപ്പി ചെയ്തിട്ട് ഞാൻ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് ഉള്ള ആ ഒരു കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് ഗിറ്റ് ക്ലോൺ എന്ന് വിളിച്ച് എൻ്റർ കൊടുക്കുമ്പോൾ ഞാൻ ആ ടെസ്റ്റ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ അകത്ത് എഴുതിയ കോഡെല്ലാം ആ 4മത് നിങ്ങൾ പ്രൊജക്റ്റിൽ വന്ന വ്യക്തിയിലോട്ട് എത്തുന്നതാണ്. ഇപ്പോൾ ടെസ്റ്റ് എന്നാണല്ലോ കിടക്കുന്നത്. ഇത് ഞാനിപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് പുതിയ വിൻഡോസ് ഓപ്പൺ ചെയ്യണം, ന്യൂ വിൻഡോ, അതൊരു പുതിയ VS കോഡ് ഫയൽ. ഇത് പഴയത്, ഇപ്പോൾ ഉണ്ടാക്കിയത് പുതിയത്. അതിൻ്റെ അകത്ത് ഞാൻ എന്താണ് ഫയല് ഓപ്പൺ ഫോൾഡർ വിളിച്ച് ഓക്കെ, നമ്മളെ 1.txt, sample.txt, 2.txt ആ കോഡ് നമുക്ക് അതുപോലെ കോപ്പി ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗിറ്റപ്പിൻ്റെ ഒരു ലിങ്കിനെ ആഡ് ചെയ്തത് ഞാൻ HTML CSS ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ റിയാക്റ്റിൻ്റെ ലോജിക്ക് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ആ ഗിറ്റപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അതിനെ ക്ലോൺ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗിറ്റപ്പിൻ്റെ അകത്ത് ഡയറക്റ്റ് വന്നിട്ട് ലൈക്ക് ഇതുപോലെ എന്താണ് ആവശ്യമുള്ള ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കാം. പക്ഷേ അതിനേക്കാൾ റിസ്ക് ആണ്. ഗിറ്റങ്ങ് ഇൻസ്റ്റാൾ ചെയ്ത് ഇതാകുമ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗിറ്റപ്പിൻ്റെ എല്ലാ മെയിൻ മെത്തേഡ്സും, ഒരു ഗിറ്റിലോട്ട് എങ്ങനെ ഫയൽ സ്റ്റോർ ചെയ്യണം, അതിൽ മാറ്റം വരുത്തുന്നതും ഗിറ്റ് പുള്ളും ഗിറ്റ് ക്ലോണും എല്ലാ മെത്തേഡും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഗിറ്റിൻ്റെ എല്ലാ ടോപ്പിക്കും കണ്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ ബാക്കി കൂടുതൽ വീഡിയോസ് എന്തായാലും വരുന്ന ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.